3-4 വർഷക്കാലമായി ദുരിതമനുഭവിക്കുന്ന ഭാരത ജനതയുടെ കണ്ണീരൊപ്പാൻ കഴിയാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധിക്കാത്ത കേരളം ഭരിക്കുന്ന ഐക്യജനാധിപത്യ ഗവൺമെന്റ് പ്രകൃതി ദുരന്തമാവുന്ന പ്രശ്നം സൗരോർജമല്ല സരിതോർജമെന്ന അവസ്ഥ. ഒരു കൊളംബോ കൂടെ മേടിക്കാൻ മേലെ മാഷ എന്ന ഒരു സരിതോർജത്തിലൂടെ സാക്ഷര കേരള പ്രിയമുള്ളവരെ വിലക്കയറ്റവും അഴിമതിയും എത്തിയിട്ടുള്ളത് ബിജെപിയുടെ അലക്ഷ്യത്തിനായ സംസ്ഥാന പ്രിയമുള്ളവരെ ഈ ധർമ്മസമരത്തിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുവാൻ ബിജെപിയുടെ நமக்கு தெரியும் காங்கிரசுடைய அரசாங்கம் பிஜேபி 2004 வரை 6 ஆண்டு காலம் ஆட்சியுடைய தலைமையில் சிறந்த அமைப்பாக கம்யூனிஸ்டுடைய தலைமையில் இப்படிப்பட்ட போராட்டங்கள் വ്യാപകമായി നടത്തുന്ന ജയിൽ നിറയ്ക്കൽ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തൊടുപുഴയിൽ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ വേലുക്കുട്ടൻ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളായ ശ്രീ ശ്രീനഗരി രാജൻ, ശ്രീ സാനു, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ജയകുമാർ, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, മാധ്യമപ്രവർത്തകരെ, ദേശീയ തലത്തിലുള്ള സമരം കേരളത്തിലെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ എല്ലാ ജില്ലകളിലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന കേരള മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ള ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള നിരവധി അഴിമതി ആരോപണങ്ങൾ ജനങ്ങളെ മുഴുവൻ തന്നെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാര് വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഖജനാവ് കൊള്ളയടിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അഴിമതികൾ, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ അഴിമതികൾ, ഞാനതിന്റെ പട്ടിക ഇവിടെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ആ അഴിമതികളെ കുറിച്ച് വായിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ധരിച്ചത് കോൺഗ്രസ്സുകാര് കേരളത്തിൽ കുറച്ച് വ്യത്യാസമുള്ള ആൾക്കാരാണ് എന്നായിരുന്നു. പക്ഷെ കോൺഗ്രസ്സുകാര് കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും വലിയ വ്യത്യാസവും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം എന്നുള്ള പേരിൽ ബഹ്റൈനിൽ വെച്ചിട്ട് ഒരു പുരസ്കാരം വാങ്ങിയതിന്റെ പടം ഇന്നത്തെ പത്രങ്ങളിൽ കണ്ടു. ഈ ബഹ്റൈനിൽ വെച്ച് പുരസ്കാരം വാങ്ങിയതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഐക്യരാഷ്ട്രസഭ അതിന്റെ തലസ്ഥാനം, അതിന്റെ കേന്ദ്രം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ പല സമ്മേളനങ്ങളും നടക്കുന്നത് ജനീവയിൽ വെച്ചാണ്. ഇതൊന്നുമല്ലാത്ത ബഹ്റൈനിൽ വെച്ച് ഒരു പുരസ്കാരം വാങ്ങി എന്നാണ് ഇപ്പോ മാധ്യമങ്ങളിലൊക്കെ വരുന്നത്. നമ്മുടെ മാണി സാറ് കുറച്ചു കാലം മുമ്പേ ലണ്ടനില് ബ്രിട്ടീഷ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ അധ്വാനവർഗ സിദ്ധാന്തം അവതരിപ്പിച്ചു എന്നുള്ള വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. അതിന്റെ വാസ്തവം എന്താണ് എന്നുള്ളതിനെ കുറിച്ചും പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നു. അതുപോലെയുള്ള ഒരു അവാർഡാണോ ഇത് എന്നുള്ള സംശയമാണ് ഇപ്പൊ നാട്ടില് പലരുടെയും മനസ്സിലുള്ളത്. ജനറലിന് ഒന്നുമില്ലെങ്കിൽ ഡൽഹിയിൽ വന്നിട്ട് ഒരു അവാർഡ് കൊടുക്കാമായിരുന്നു. ഇതൊന്നുമല്ലാത്ത ബഹ്റൈനിൽ വെച്ച് ബഹ്റൈനിൽ വെച്ചുള്ള അവാർഡ് അത് ആര് കൊടുത്തതാ, ആര് ശരിയാക്കി രക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചില ആളുകളെങ്കിലും ശ്രമിച്ചു എന്നുള്ള ജനങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ തട്ടിപ്പുകാരെ സംഘാണിപ്പെടുത്ത ഏറ്റവും വലിയ പ്രശ്നം ഖജനാവ് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം.
സൗരോർജ നയത്തിന് പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതിന്റെ വാർത്തകൾ കഴിഞ്ഞതിനായിട്ട് ഒരു ഡിവൈഎസ്പിയെ വെച്ചിരിക്കുന്നു. ആ ഡിവൈഎസ്പിയുടെ യോഗ്യത എന്താ? കുഞ്ഞാലിക്കുട്ടിയുടെ ആ കള്ളനോട്ട് തട്ടിപ്പുകൾക്ക് സംരക്ഷണം നൽകുന്നത് അത് മുസ്ലിം ലീഗാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലത്താണ് കോഴിക്കോട്ട് വെച്ച് കള്ളനോട്ട് പിടികൂടുന്നത്. ആ കള്ളനോട്ടിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നപ്പോ ആ അന്വേഷണം അവസാനം എത്തിച്ചേർന്നത് ഇന്ന് കേരളത്തിന്റെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയുടെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു സഹായിയിലേക്കാണ്. അതിനുശേഷം ആ കേസ് മുന്നോട്ട് നീങ്ങിയിട്ടില്ല. കാരണം അന്നത്തെ ഗവൺമെന്റ്, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റിൽ ചില ആളുകൾക്ക് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായിട്ടുള്ള അവിഹിതമായിട്ടുള്ള ബന്ധം, അത് കള്ളനോട്ട് കേസിൽ മാത്രമല്ല, ഐസ്ക്രീം പാർലർ കേസിൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ഈ പ്രശ്നം എന്താ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു നേതാവും അത് ആവർത്തിക്കാത്തത്? കേരളത്തിലെ ഗവൺമെന്റ് ഒരു പ്രത്യേക സംഘത്തെ, അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. ആ അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ നിന്നാണോ ഇത് നഷ്ടപ്പെട്ടത്? ഇത് എന്തുകൊണ്ട് ഈ ആരോപണം ഉയർന്നു വന്നിട്ട് ഇപ്പൊ ഏതാണ്ട് 5 ദിവസമായി? ഈ 5 ദിവസത്തിനകം ഈ തെളിവുകൾ സുരക്ഷിതമായിട്ട് കൈവശം വെക്കാൻ, ഈ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അത് കൈവശം സുരക്ഷിതമായിട്ട് വെക്കാൻ എന്തുകൊണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ, കേരളത്തിലെ സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തില്ല? അപ്പൊ അതിനർത്ഥം മാർക്സിസ്റ്റ് പാർട്ടിയും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു അവിഹിതമായിട്ടുള്ള ധാരണ, ഒരു അവിഹിതമായിട്ടുള്ള ബാന്ധവം, ആ ബാന്ധവം വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ താലൂക്ക് നേതാക്കൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. പങ്കെടുക്കുവാനും വിജയിപ്പിക്കുവാനും മുഴുവൻ ഭഗതരങ്ങളോട് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സമരത്തിന്റെ ഭാഗമായി
തൊടുപുഴയിൽ നടക്കുന്ന BSNL ഓഫീസ് മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മാർച്ചിന്റെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ എന്ന കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. ഇപ്പൊ റെയിൽവേ മന്ത്രിയുടെ കാര്യാലയം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കേട്ട് ആ അഴിമതി ആരോപണങ്ങളാണ്. ഇന്ന് കേന്ദ്രമന്ത്രി പോലും അഴിമതിക്ക് അതീതനല്ല. വിവിധ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളുടെ മുമ്പിൽ കയ്യും കെട്ടുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അത്യാധുനികമായ കാറുകൾ അതിന്റെ കമ്പനി നോക്കി, അതിന്റെ വില നോക്കി 5 മിനിറ്റിനകം ബുക്ക്. ഈ സമ്പന്നന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നമുക്കറിയാം.